കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലേ നമ്മളെവിടെയും പോകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയാണ്. അന്നമോളെ സംബന്ധിച്ച് പറയുമ്പോൾ അവളേക്കാൾ എല്ലാം ഞാനാണ്. ഞാൻ പ്രോഗ്രാമില്ലാത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഈ റൂമിലാണ്. ഇവള് സ്കൂളിൽ പോയാലും പോലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അത്ര വലിയ സൗഭാഗ്യത്തിലേക്കാണ് തൻ്റെ മകൾ പോകുന്നത് വെച്ചെങ്കിൽ നമ്മളച്ഛൻ അത് ഇപ്പം അന്നമോള് പ്രായം പൂർത്തിയായിരുന്നു. ആ ദിവസം ഇവളെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയാം, ഞാൻ എൻ്റെ സിസ്റ്ററിനോടും വൈഫിനോടും പറഞ്ഞു, ഇവളെ ഇരുത്തം കണ്ടിട്ട് ഇവൾ ഇന്നോ നാളൊക്കെ ആയിട്ട് ആവട്ടാന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവള് പ്രായപൂർത്തിയാവുന്നത്. പിന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ, 20 വയസ്സ്. അതെന്താണ് പറയുന്നത്? പടത്തുനിന്ന് മാറി കിടക്കൂല 20 വയസ്സ് വരെ. പണമുള്ളവനാണോ അതോ ഒന്നും കയ്യിലില്ലാത്തവനാണോ ഈ പ്രണയം എന്ന് പറയുന്ന ഈ ഒരു ഫീലിങ്ങിനെ ഏറ്റവും ഭംഗിയോട് കൂടിയിട്ട് അനുഭവിക്കാൻ പറ്റും? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഒരു ഇൻട്രസ്റ്റിന് പൈസ കൊടുക്കുന്ന പോലെയാണ്. അഥവാ നമ്മൾ കൊടുത്താൽ ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. ഇക്കക്ക് ഒരു അസൽ പ്രണയം ഉണ്ടായിരുന്നു, ഏത് ആത്മഹത്യ വരെയൊക്കെ അല്ലേ? സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. പക്ഷെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. ബാക്കിയെല്ലാം സംസാരിച്ചിരുന്നത് ഞങ്ങൾ കത്തിലൂടെ. അംശങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ വരുമ്പോൾ അവിടുന്ന് എല്ലാവരും നമസ്കരിക്കാൻ കൈ കെട്ടുന്ന സമയത്ത് എന്നിട്ട് വല്ല പട ടോർച്ച് എടുത്തിട്ട്, അന്ന് ഈ ബാറ്ററി ഇടുന്ന ടോർച്ച, അതിലേക്ക് കത്ത് വെച്ചിട്ട് തിരിച്ച് ഇവള് പോകുമ്പോൾ അത് അവിടുന്ന് അവളെടുക്കും, അതേപോലെ അവര് തിരിച്ചു വെക്കും. ഇന്നും അത് ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലെ. നമുക്ക് ഈ കിട്ടാത്ത വസ്തുവിനോട് എപ്പോഴും ഒരു ഇതുണ്ടാവും. ഇപ്പൊ എന്ത് ചെയ്യുന്നവര് കണ്ടോ? പിന്നീട് കഥ പറയാൻ കൂട്ടിനാൽ കാത്തിരുന്നൊരു പെണ്ണുണ്ട്. അപ്പം എൻ്റെ കൂടെ വേറൊരു ഗസ്റ്റിന് ഞാനൊരു സ്പെഷ്യൽ വെൽക്കം കൊടുക്കുന്നു, എൻ്റെ ഹനമോൾക്ക്. ഹായ് ഹന്ന സലീം, വെൽക്കം ടു മോളിവുഡ്. അപ്പം ഒരുപാട് ഇൻ്റർവ്യൂസിൽ 2 പേരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉപ്പ നേരത്തെ പറഞ്ഞേ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹനമോളോടാണെന്ന്. ഉപ്പ പറയാറുണ്ട് അത് നേരിട്ട്? ഹനമോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ഉപ്പയോടാണോ ഉമ്മയോടാണോ? ഉപ്പാനോടാ. ഓക്കെ, എന്നാ ചേച്ചി ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഉപ്പ കൊഞ്ചിച്ച് വിളിക്കുക ഹനമോളെ? ശിങ്കിരിന്ന് വിളിക്കും, പിന്നെ എല്ലാം വിളിക്കലുണ്ട്. എല്ലാം വിളിക്കലുണ്ട്. അന്നൊട്ടിന്ന് വിളിക്കും. എന്തൊക്കെ വിളിക്കണേ? അന്നൊട്ടിന്ന് വിളിക്കും, ശിങ്കിടിയെന്ന് വിളിക്കും. ഇത് മൂത്തവരുണ്ടായ എത്ര ഗ്യാപ്പിന് ശേഷമാണ് ഹനമോൾ ഉണ്ടായത്? 5 വർഷത്തെ ഗ്യാപ്പ്. 5 വർഷത്തെ. അപ്പൊ ആ ഒരു 5 വർഷവും കൊഞ്ചിക്കാനുള്ള ഒരു അല്ലേ? ഞാൻ നല്ല തിരക്കിട്ടുള്ള ഓട്ടൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അന്നമോളെ ഞാൻ നന്നായി കൊഞ്ചിച്ചിട്ടുണ്ട്. ഉപ്പ വഴക്ക് പറയാറുണ്ടോടാ? ഒന്നും വഴക്ക് പറയാറില്ല. അന്ന കുരുത്തക്കേട് കാണിക്കാറില്ലായിരിക്കും. കുരുത്തക്കേടൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വഴക്ക് പറഞ്ഞില്ല. ഇല്ല, അത് ഈ വീട്ടിലെ ഇളയ പിള്ളേർ അങ്ങനെയാ. എന്റെ വീട്ടിൽ കൊണ്ടുവരണം, എത്ര കുരുത്തക്കേട് കാണിച്ചാലും അമ്മ ഒന്നും പറയില്ല. അവള് ചിലപ്പോ അവളെ ഉമ്മാനായിട്ടൊക്കെ വഴക്കിടും, അപ്പോഴും ഉമ്മ ഒന്ന് സൈലന്റ് ആവും. എന്നാലും പിന്നെ എന്നോട് വന്ന് പറയുള്ളൂ മൂപ്പരാള്. അപ്പൊ അന്നമ്മളോട് ആരും അങ്ങനെ വഴക്കിടാറില്ല. ഇല്ല. പിന്നെ ഞാൻ ഇപ്പൊ ഇവളോട് വഴക്കിടാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലല്ലേ എന്ന് ചോദിച്ചാൽ പോലും അവൾക്ക് സങ്കടം. അപ്പൊ ഞാൻ അതുപോലെ ശ്രദ്ധിക്കും. അവള് കരയുമ്പോ എനിക്ക് തീരെ എന്തോ പറ്റില്ല. അപ്പോ ഞാൻ തീരെ വഴക്ക് പറഞ്ഞില്ല ഇതുവരെ. ഇവിടെ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാല്, ഒന്ന് ഞങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരും, പിന്നെ ഞങ്ങളെ അയൽവാസികൾ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ, പിന്നെ ഇവിടെ വരുന്ന ആളുകൾ, ഗസ്റ്റുകൾ, ഇവരെല്ലാം അന്നമോളെ അല്ലെങ്കിൽ അന്നൊട്ടിയെന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാരും കൊഞ്ചിക്കുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മൂപ്പരാൾക്ക് ആരെങ്കിലും മോഹം കറുത്തെന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇപ്പൊ വലിയ കുട്ടിയായി അറിയില്ലേ? ഇപ്പോഴും ചെറിയ കുട്ടി അന്നമോളല്ലേ. അന്നമോൾ തന്നെയാണ്. അതിന് എത്ര വലിയ കുട്ടിയായാലും. വീട്ടിലെ ഏറ്റവും വലിയ വാവാന്നെല്ലാരും വിളിക്കണത് ഹനേനെയാണോ? അതെ അതെ, ഇപ്പോഴും അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ? അഥവാ ഇപ്പൊ എന്താന്ന് വെച്ചാല്, ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ കേക്ക് കട്ടിങ് ചെയ്തിട്ടുള്ള ആള് മൂപ്പരാളാവും. കാരണം ഇവിടെ ആരെ ബർത്ത്ഡേ ആണെങ്കിലും ആരെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എന്താണെങ്കിലും കേക്ക് കട്ട് ചെയ്യല് മൂപ്പരാളാവും. മാത്രല്ല അന്നമോളെ ബർത്ത്ഡേക്ക് ഇവിടെ കേക്കിന്റെ ഒരു മഹാസമ്മേളനമാവും. ഇപ്പൊ 12ാമത്തെ ബർത്ത്ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞ മാസം കഴിഞ്ഞ. അതിന് പോലും വലിയ ആഘോഷമായിരുന്നു. അത് നമ്മളാരും ക്ഷണിക്കാതെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ അതൊരു വലിയ ആഘോഷമാക്കി. മറ്റേ ഇവിടെ നിന്നൊക്കെ ആളുകൾ, നമ്മളൊരു പരിചയമില്ലാത്ത ആളുകൾ വരെ വരും.
അപ്പോൾ അതെല്ലാം ഈ 15 അപ്പം ഞാൻ പറയാം ഓരോ വർഷം ഞാൻ പറയും ഇനി ഈ വർഷം കഴിഞ്ഞാൽ ഇനി ബർത്ത്ഡേ നടത്തണ്ട. ഇപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞു ഇനി ഫങ്ഷനൊന്നും വേണ്ട എന്ന്. അപ്പോൾ അത് സാരല്ല എങ്ങനെയെങ്കിലും കണ്ട് നടക്കട്ടെ. പിന്നെ സുഹൃത്തുക്കൾ സമ്മതിക്കില്ല. അങ്ങനെ രാത്രിയിലായിരുന്നു ഇപ്രാവശ്യത്തെ ഫങ്ഷൻ. അത് ഗാനമേളൊക്കെ ആയിട്ടാണ് ആ ഫങ്ഷൻ നടന്നത്. അപ്പോൾ മൂപ്പരാൾ പറയണേ 20 വയസ്സ് വരെ ബർത്ത്ഡേ ആഘോഷിക്കും. ആണോ? അങ്ങനെയാണ് പറഞ്ഞത്. 20 വയസ്സ് വരെ ബർത്ത്ഡേ ആഘോഷിക്കും. ആ ശരി. അതിനുശേഷം എന്താ ആനക്കുട്ടി ആഘോഷിക്കാത്ത? അല്ല ഇതുപോലെ വലിയ ഫംഗ്ഷൻ വെച്ചിട്ട് ആഘോഷിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്ക് കട്ടിങ്ങിലൊക്കെ ഒതുക്കാന്നാ പറയുന്നത്. ചെറിയ പരിപാടിയായിട്ട് വേണ്ടപ്പെട്ടവർ മാത്രമായിട്ട് 20 വയസ്സ് വരെ. പിന്നെ എന്താ പറഞ്ഞേ? ശരി. പിന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ 20 വയസ്സ് വരെ. അതെന്താണ് പറയുന്നത്? ഉപ്പാടടുത്തുനിന്ന് മാറി കിടക്കൂല 20 വയസ്സ് വരെ. ഉപ്പാടത്തുനിന്ന് മാറി കിടക്കുന്ന ആ 20 വയസ്സ് വരെ ഉപ്പാടടുത്ത് തന്നെ കിടക്കുള്ളൂ. പിന്നെ ഒന്ന് പറഞ്ഞുള്ളത് കല്യാണം കഴിക്കില്ല. കല്യാണം കഴിക്കില്ല? ഇല്ല. കല്യാണം കഴിച്ചാൽ വേറെ വീട്ടിൽ പോകേണ്ടി വരും പേടിച്ചിട്ടാണോ? അതെന്താണ് അത് പറഞ്ഞു? എന്താ കല്യാണം കഴിക്കാത്തത്? ഉപ്പാനെ നോക്കാൻ. അപ്പൊ ഞാൻ പറയും ഉപ്പാനെ നോക്കാൻ ഉമ്മ ഉണ്ടല്ലോ. ഉപ്പാനെ നോക്കാനായിട്ട് ഉമ്മ അല്ലേ? പിന്നെ എന്താ ആനക്കുട്ടിക്ക് ഇവിടെ നിക്കണമെന്നുണ്ടോ? ഉമ്മ വയസ്സാവൂല പറയണേ. ഞാൻ വയസ്സാവൂല. അത് ഭയങ്കര അച്ഛൻകുട്ടിയാണ് അല്ലേ? അങ്ങനെ ഒരു അച്ഛൻകുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. ഞാനും ഭയങ്കര അച്ഛൻകുട്ടിയാ. അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ എപ്പോഴും അവരെ അച്ഛന്മാരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും. ഉപ്പാക്കും അതേപോലെ തന്നെ ആൺമക്കളോടും ഉണ്ടാവും അച്ഛന്മാർക്ക് ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലേ നമ്മളെ എവിടെയും പോകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ശക്തിയാണ്. സത്യം. ഞാൻ അന്നമോളായതിൻ്റെ ശേഷം ഞാനങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല. ഞാൻ പ്രോഗ്രാമില്ലാത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് റൂമിലാണ്. ഇവിടെ സ്കൂളിൽ പോയാൽ പോലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പ്രോഗ്രാമിന് പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയാൽ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെല്ലാ എല്ലാ അച്ഛന്മാരൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അത് പെൺകുട്ടികളായത് നമ്മളൊരു വലിയ സംഭവമാണ്. അത് വലുതാവുമ്പോൾ ഇവർ മാറ്റി കിടത്തു കേട്ടോ. ഞാൻ അച്ഛനമ്മേനെ നടക്കുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കിടക്കണേ പറയും. ഇവിടെ കിടക്കാൻ പറ്റില്ല, മാറി കിടക്കാം. ഞാൻ അങ്ങനെ ഒന്നും കരയുന്ന ആളൊന്നല്ല. എനിക്ക് ഈ അച്ഛന്മാർ കരയുന്നുണ്ടാ ഞാൻ പെട്ടെന്ന് കരഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ കല്യാണത്തിൻ്റെ വീഡിയോ വരുള്ളൂ. മകളിറങ്ങുന്ന സമയത്ത് അച്ഛൻ കരയുന്നത്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര വലിയ സൗഭാഗ്യത്തിലേക്കാണ് തൻ്റെ മകൾ പോകുന്നത് വെച്ചെങ്കിലും നമ്മളച്ഛൻ അത് ഒന്ന് കട്ട് ചെയ്ത ആള് നല്ല കരച്ചില്ല. കരയിക്കരുത്. ഞാനെപ്പോഴും ഇങ്ങനെ എൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും ഞാനും കൂടെ ഭയങ്കര കരച്ചില്ല. ഇപ്പം എൻ്റെ മൂത്ത മകൾ ബിഫാമിനാണ് പഠിക്കുന്നത്. അപ്പോൾ അവളെ ഞാൻ പുറത്ത് പഠിപ്പിക്കാതിരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ സീറ്റ് കിട്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ത്രിവേണി കോളേജിലാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ അവർ വേറൊരുത്തൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ആളാണ്. അപ്പോൾ ആ സമയം വരെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിവേ ആ ടോപ്പിക് ഞാൻ അവിടെ വിടുവാണ്. ഓക്കെ, ഇപ്പം സലീമിക്കാൻ്റെ മ്യൂസിക്കൽ ജേർണിയെ പറ്റി നമുക്കിനി സംസാരിക്കാം. അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞു വരുമ്പോഴേക്കാം എനിക്ക് തോന്നുന്നു ഇപ്പം ഇതേപോലെ ആൽബംസും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കൽ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഐ ഫീൽ ഇതേപോലെ ഒരു പാട്ട് ഇറക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി പാടായിരിക്കും. എനിക്ക് അറിയണത് ലൈക്ക് ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് വാസ് ആൻഡ് എത്ര കോസ്റ്റ് വന്നിരുന്നു അന്ന് ഇതേപോലെ ഒരു സംഭവം പിടിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 2 വർഷം മുന്നേ വരെ ഞാനൊക്കെ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിട്ട് അത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് 5000 രൂപ 6000 രൂപ കൊടുക്കുന്നത്. 5000 രൂപ 6000 രൂപ? ആ ഒരു സോങ്സ്. ആ ഒരു സോങ് നമ്മൾ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് ഒരു 30,000-35,000 രൂപയുടെ ഉള്ളിൽ അത് കൊടുക്കും. ഓർക്കസ്ട്രേഷന് എത്രത്തോളം ചുരുക്കാൻ പറ്റും അത്രത്തോളം പൈസ കുറച്ചിട്ടൊക്കെ നമ്മൾ പ്രൊഡ്യൂസേഴ്സിന് എത്രത്തോളം കോസ്റ്റ് വരുത്താത്ത രീതിയിലാണ് ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി മസ്റ്റാണ്. ഇപ്പോൾ ആൽബം വർക്കിന് സത്യത്തിൽ കുറവൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് നല്ല വർക്ക് മാത്രം ചെയ്യുക. അതിനനുസരിച്ചുള്ള പ്രൊഡ്യൂസർമാർ വരുമ്പോൾ അല്ല ഇക്കൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ടോ എന്റെ പാട്ടുകളൊക്കെ ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ അത് ചില സമയത്ത് നോക്കും. പക്ഷെ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒന്ന് നമുക്ക് കൂടുതൽ പൈസ സമ്പാദിക്കായിരുന്നു. കാരണം പാട്ടുകൾ ഇറങ്ങിയാൽ പ്രൊഡ്യൂസർ ആരായിക്കോട്ടെ അവർക്കാവും പൈസ. പക്ഷെ നമുക്കൊന്നും കൂടി പേയ്മെൻ്റ് ഒക്കെ കൂടുതലൊക്കെ പറഞ്ഞ്, കാരണം ഇപ്പോൾ വെറും 4 പേര് ഇൻസ്റ്റാഗ്രാമിൽ ആരോ പാട്ട് പാടി ഹിറ്റാക്കിയ പാട്ടുകൾ മാത്രം എടുത്തിട്ടാണ് പാടുക. അല്ലാതെ ഹിറ്റാവാത്ത ഒരു പാട്ട് എടുത്തിട്ട് ഹിറ്റാക്കുന്നതല്ല. ഹിറ്റായി ഓൾറെഡി ജനങ്ങളെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ എടുത്തിട്ട് പാടിയിട്ട് 4 പേര് പാടിയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലിട്ട് ആളുകളാവുന്ന ആളുകളുണ്ടല്ലോ, അവർ പിന്നെ വലിയ പേയ്മെൻ്റ് ഒക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കിട്ടിയൊരു സ്വീകാര്യത ഒരിക്കലും ഇപ്പോൾ, കാരണം അന്നൊക്കെ നമ്മളെ പാട്ടുകൾ ഇപ്പോൾ
മീനാക്ഷിയുടെ വീട്ടിലൊരു പാട്ട് പ്ലേ ചെയ്താൽ അത് തൊട്ട വീട്ടിലെ ആളുകൾ കേൾക്കുന്നു, അത് കേട്ടിട്ട് ആ സി ഡി ഒന്ന് കേട്ടിട്ട് തരാമെന്ന് പറയുന്നു, അങ്ങനെ വാങ്ങുന്നു. അപ്പം അങ്ങനെ കുറേ ആളുകളെ മനസ്സുകളിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ കലാകാരന്മാർ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ. ഇത് ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരാളെ കണ്ട ആ വൈറൽ 2 ദിവസം കഴിഞ്ഞാൽ വേറെ ആളാണ്. അപ്പം അവിടെ അവർക്ക് ലൈഫ് ലോങ് കുറവല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചതാണ്, ആ കാലഘട്ടത്തിൽ തന്നെ വന്നതാണ്. അതുകൊണ്ട് കുറേ ആളുകൾ, കാരണം ഇപ്പോഴെ കുറേ സിംഗേഴ്സുള്ള വേദികളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത ഇപ്പോഴും വേറെ. ബാപ്പുച്ചിയുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ് അന്നക്കുട്ടിക്ക്? ഏതാ? എല്ലാ പാട്ടും. എന്നാലും ഞാൻ ഇപ്പൊ പാടിക്കാൻ പോവാ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് അതാ ചോദിച്ചേ. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ അന്നമോളൊന്ന് ഫെയിം ആവുന്നതിൻ്റെ മുന്നേ അവൾക്ക് പാടി കൊടുക്കുന്ന പാട്ടുകളുണ്ടായിരുന്നു. ഒരു മാലാക എന്ന് പറഞ്ഞിട്ട് ആ പാട്ടായിരുന്നു അവൾ കേട്ട സംഗീതമൊക്കെ. സത്യത്തിൽ കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള്, കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള്, കാണാനും മാലാക, എൻ്റെ റൂഹാനി മാലാക, കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള്, കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള്, കാണാനും മാലാക, എൻ്റെ റൂഹാനി മാലാക. ഞാനിപ്പോഴും ഇങ്ങനെ ഓർക്കുക, എന്താണെന്ന് വെച്ചാൽ ഇവള് ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇത് പാടുമ്പോൾ ഇവള് അതിങ്ങനെ കേട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതെ, അതുകൊണ്ട് തന്നെ ആ പാട്ട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ടൊരു പാട്ട് കൂടിയിട്ടാണല്ലേ. ഞാൻ എപ്പോഴും പാടി കൊടുത്തിരുന്ന പാട്ടാണ്. ഇക്കണ്ട പാട്ടുകളുടെ ഏറ്റവും വലിയൊരു പവർ എന്താണെന്നറിയോ? നമുക്ക് ഭയങ്കരമായിട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന, റിലേറ്റ് ചെയ്യുന്ന ഒരു ഇതാ. അപ്പം ഇക്കാൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പഠിച്ചു കഴിഞ്ഞാൽ ഇക്ക 6ാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു 6ാം ക്ലാസ്സുകാരൻ്റെ ഒരു പവറാണ് ഓരോ പാട്ടിലും നമുക്ക് അല്ലേ, ഇത്ര സിമ്പിളായിട്ടുള്ള ലിറിക്സിലൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഈ പാട്ട് തന്നെ എടുത്തോ, ഒരു അച്ഛൻ മകൾ ബോണ്ടിനെ ഇത്രയും ഭംഗിയായിട്ട് വിശേഷിപ്പിക്കാവുന്ന വേറൊരു വരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എന്നെക്കാളേറെ എന്നെ സ്നേഹിച്ചോള് എന്ന് പറയുന്നത് അത് സത്യമാണ്. അന്നമോളെ സംബന്ധിച്ച് പറയുമ്പോൾ അവളേക്കാൾ എല്ലാം ഞാനാണ്. പെൺകുട്ടികൾ എപ്പോഴും അവരെക്കാളേറെ അവരെ അച്ഛന്മാരെ സ്നേഹിക്കും. അതിപ്പോൾ എന്നോട് പല ആളുകളും പറയാറുണ്ട്. ഇപ്പോൾ അവർ ഇതേമാതിരി പെൺമക്കളോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. കേട്ടാ ഞാൻ കരുതാറുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോളോട് ഭയങ്കര ഇതാണ്, പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിനൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചില ദിവസങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ മോള് എടുത്തു കൊടുന്നാലെന്നൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ കാണാം സ്കൂളിൽ നിന്ന് കോള്, അന്നമോൾക്ക് വയറ് വേല കറക്റ്റ്. അത് ഭയങ്കര കണക്റ്റാട്ടാ. അത് അപ്പം തന്നെ ഞാൻ വേഗം പോയി എടുത്തു കൊടുത്താൽ ഞാൻ ഒരു വയറ് വേലയുണ്ട്. അപ്പം മൂപ്പരാൾക്ക് എന്നെ കാണാൻ തോന്നിയില്ല. ഇനി സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, ഇപ്പം അന്നമോളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രായം പൂർത്തിയായിരുന്നു. ആ ദിവസം മോളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവളെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയാം, ഒരു രാത്രിയിലാണ് ഇവള് വലിയ കുട്ടി ആവുന്നത്. അതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ ഇവളെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് പറയാൻ തോന്നി, എന്നെക്കൊണ്ട് പറയിപ്പിച്ച പോലെ. ഞാൻ എൻ്റെ സിസ്റ്ററിനോടും വൈഫിനോടും പറഞ്ഞു, ഇവളെ ഇരുത്തം കണ്ടിട്ട് ഇവള് ഇന്നോ നാളൊക്കെ ആയിട്ട് ആവട്ടാന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവള് പ്രായപൂർത്തിയാവുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിപ്പോയത്. അപ്പം അതൊരു കണക്ഷൻ തന്നെയല്ലേ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഇക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇക്കയുടെ ഓരോ പാട്ടിലെയും സിമ്പിളായിട്ടുള്ള ലിറിക്സിനെ പറ്റിയിട്ട്. ഇപ്പം 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയേക്ക, പിന്നീട് മദ്രസയിൽ പോയിട്ടാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണോ നമുക്ക് ആ ഓരോ വരിയിലും കാണാൻ പറ്റുക? അതെ, ഞാൻ എന്താന്ന് വെച്ചാൽ എസ്പെഷ്യലി മാപ്പിളപ്പാട്ടിന്റെ ഭംഗി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എത്രത്തോളം സിമ്പിളാക്കി എഴുതാൻ പറ്റുമോ, അപ്പോൾ അത്രത്തോളം സിമ്പിളാക്കി. അത് ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ മാത്രം കഥയാവില്ലല്ലോ, അല്ലാതെ പല ആളുകൾക്കും പല അനുഭവം ഉണ്ടാവും. അപ്പോൾ അവരും കൂടി ഉൾക്കൊള്ളാനും ഏറ്റവും നല്ലത് വളരെ സിമ്പിളാണ്. അത് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരു സുഖവും കിട്ടാത്തൊരു മനുഷ്യരായിരുന്നു ഞാൻ ജനിച്ചതുപോലെ. അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ തന്നെ എൻ്റെ വിദ്യാഭ്യാസമാക്കി മാറ്റിയിട്ടാണ് ഞാൻ എഴുതി കുറിച്ചത്.
ബ്യൂട്ടിഫുൾ. ഹനക്കുട്ടി, ഇപ്പം നേരത്തെ വാപ്പ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തന്നു. ഇനി ഹന്ന നമുക്ക് വാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് അല്ലേ, ഒന്ന് പാടിത്തരുമോ? കണ്ണാൻ തുമ്മി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം, കളിയാടാം നീ കിളിമരത്തണലോരം, കളിയാടാം നീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്മി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. ഓ, ഹന്നയുടെ കണ്ണാൻ തുമ്പിയാണോ വാപ്പ? ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇപ്പം നേരത്തെ പറഞ്ഞു ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളെ പറ്റിയിട്ടൊക്കെ. ശരിക്കും ഇക്കാൻ്റെ റൊമാൻറ്റിക് സോങ്സിന് ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. മറ്റേ ഉണ്ട് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആസ് ഐ സെഡ്, എല്ലാ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പണമുള്ളവനാണോ അതോ ഒന്നും കയ്യിലില്ലാത്തവനാണോ ഈ പ്രണയം എന്ന് പറയുന്ന ഈ ഒരു ഫീലിങ്ങിനെ ഏറ്റവും ഭംഗിയോട് കൂടിയിട്ട് അനുഭവിക്കാൻ പറ്റുക? പണത്തിൻ്റെ പിറകെ പോവാത്തവൻ എന്ന് പറയേണ്ടി വരുന്നു. കാരണം പ്രണയം എല്ലാവരിലും ഉണ്ടാവുമല്ലോ. നല്ല സമ്പന്നരാണ്, ഫാമിലിയൊക്കെ അടിച്ചുപൊളി ജീവിതം, നമ്മൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ അവനവിടെ ഫാമിലിയെ പോലും പ്രണയിക്കാൻ നേരമില്ലാത്ത ആളാണ്. അപ്പം ഇതൊന്നും അല്ലാതെ പ്രണയത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പം പണത്തെയും സ്നേഹിക്കുന്ന പ്രണയം മാത്രം കണ്ടു നടക്കുന്ന ആളാണ് അവരാണ്. അപ്പോൾ പാവപ്പെട്ടവനാവും. പ്രണയം എന്ന് പറയുന്നത് ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഒരു ഇൻട്രസ്റ്റിന് പൈസ കൊടുക്കുന്ന പോലെയാണ്. അഥവാ നമ്മൾ കൊടുത്താൽ ഇരട്ടിയായി തിരിച്ചു കിട്ടും. കൊടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടം. അതാണ് പ്രണയം. പ്രണയത്തിന് പ്രായമല്ല. ഇല്ല. എങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്കയുടെ പഴയ ഒരു ലവ് സ്റ്റോറിയിലേക്ക് ഒന്ന് റീവൈൻഡ് അടിക്കുകയാണ്. ഇക്കക്ക് കല്യാണത്തിന് മുൻപ് ഒരു അസൽ പ്രണയം ഉണ്ടായിരുന്നു. ഏത് ആത്മഹത്യ വരെയൊക്കെ അല്ലേ, ആ ലെവൽ വരെ എത്തിച്ചിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ ഒരു പ്രണയമാണോ ലൈക്ക് അന്ന് കത്തുകളിലൂടെയൊക്കെയാണ് നിങ്ങൾ പ്രണയിച്ചിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം സുലേഖ മനസ്സിൽ ഇക്കയുടെ പാട്ടുണ്ട്, എത്ര നാളും കാത്തിരുന്നു ഒന്നും മിണ്ടുവാൻ. അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണോ പിന്നീട് നമ്മൾ ഈ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ കത്തിലൂടെയാണല്ലോ പ്രണയത്തെ ഞങ്ങൾ നേരിട്ട് സംസാരിക്കാൻ ചാൻസ് ഇല്ല, സാധ്യതകളില്ല. പിന്നെ പ്രണയം എന്ന് പറയുന്നത് വളരെ തെറ്റായി കാണുന്ന ഒരു കാലഘട്ടം. അവിടെ ഇവർ തമ്മിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം കണ്ണു തുറന്നിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവൻ അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ടോ. ഞങ്ങൾ പ്രണയിച്ചെങ്കിൽ കൂടി അതൊരു നല്ല പ്രണയമായിരുന്നു, സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. പക്ഷെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. നേരിട്ടിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആക്ഷനിലൂടെ മാത്രമായിരുന്നു. വളരെ ദൂരം ഞാൻ കളിക്കാൻ പോകുമ്പോൾ, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന അവിടുന്ന് കാണാം. അപ്പോൾ അവർ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആക്ഷനിലൂടെ ബാക്കിയെല്ലാം സംസാരിച്ചിരുന്നത് ഞങ്ങൾ കത്തിലൂടെ. കത്ത് കൈമാറാൻ പല വിദ്യകൾ, ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, പല വിദ്യകളുണ്ടായിരുന്നു. ഒന്ന് അവരവിടെ ഒരു പുളിമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുളിമാവിൻ്റെ മേലെ കൊമ്പത്ത് വെച്ചു കൊടുക്കും. പിന്നെ അന്ന് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ അവിടെ കല്ലിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ വേറെ അലക്കുകല്ലുണ്ട്, അവിടെ വെച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ തവണ ഇത് പിടിക്കപ്പെടുമായിരുന്നു. എല്ലാത്തിനും ലൈഫ് കുറവായിരുന്നു. പിന്നെ ലാസ്റ്റ് വേറെ ആള് വഴിയൊക്കെ കൊണ്ടുകൊടുക്കൽ തുടങ്ങി. ഹംസങ്ങൾ കുറെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരും ഉണ്ടായിരുന്നു, പിന്നെ അവളെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഞങ്ങൾക്ക് ലൈഫ് കുറവായിരുന്നു. അപ്പോഴേക്കും ഇത് പിടിക്കപ്പെടും. ലാസ്റ്റ് ഞാൻ പ്രയോഗിച്ചത് ഏറ്റവും വലിയതായിരുന്നു. അത് പിന്നീട് ഏതോ ഒരു ആൽബത്തിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതെൻ്റെ സുഹൃത്തിൻ്റെ ഇപ്പം പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ പോകുന്ന പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ വരും. അവിടുന്ന് ഇവളെ വീട്ടിലേക്ക് എപ്പോഴും പോകുന്നതാണ് ഇവളപ്പം. രാത്രിയിൽ അവിടെ പോയി കുറേ നേരം സംസാരിച്ച് അയാൾ പള്ളിയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആ പള്ളിയുടെ എല്ലാവരും നമസ്കരിക്കാൻ കൈ കെട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം കെട്ടും. എല്ലാവരും കൈ കെട്ടിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൈ കഴിക്കും. എന്നിട്ട് വല്ല പട ടോർച്ച് എടുത്തിട്ട്, അന്ന് ഈ ബാറ്ററി ഇടുന്ന ടോർച്ച്, അതിലേക്ക് കത്ത് വെച്ചിട്ട് വെച്ചുകൊടുക്കും. തിരിച്ച് ഇവള് പോകുമ്പോൾ അത് അവിടുന്ന് അവൾ എടുക്കും. അതേപോലെ അവര് തിരിച്ചു ആദ്യമായിട്ടോ ഞാൻ അങ്ങനെ കേൾക്കുന്നത്. ഈ പുളിമാവ് അലക്കല്ലൊക്കെ ഓക്കെ, ടോർച്ചിനുള്ളിലെ പ്രണയം. ഞാനൊരു പാട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പണ്ടെൻ്റെ കൽവിൻ്റെ കോലായിലെപ്പോഴും
ചാരിയിരുന്നോളെ ഇന്നെൻ്റെ കനവിൽ വന്നെപ്പോഴും കൽവിൻ്റെ മുറ്റത്ത് എത്തി നോക്കണതെന്താണ്. അങ്ങനൊരു വരി എഴുതിയിട്ട് അതിൻ്റെ അനുപല്ലവിയിൽ ഞാൻ എഴുതി, നാം തമ്മിൽ കാണും ആ വയലോരമില്ലെന്ന് കൈകോർത്തു നടന്നുള്ള ഇടവഴിയും മാഞ്ഞെന്ന് നാം ചേർന്നിരുന്ന പുളിമാവും കരിഞ്ഞു എന്നിട്ടും മാറിയില്ലെന്നു മനസ്സിൻ്റെ വാതിലടഞ്ഞില്ലെന്നു. ഇതൊക്കെ സംഭവിച്ചു. ഏത് ആ വയലോരമില്ലാതായി, അന്ന് നടന്ന ഇടവഴിയൊക്കെ ഇന്ന് റോഡുകളായി മാറി. അന്ന് ഒരുപാട് പ്രണയത്തിന് സാക്ഷിയായിട്ട് നിന്ന ആ കത്തേറ്റ് വാങ്ങിയ പുളിമാവൊക്കെ കരിഞ്ഞു മുടങ്ങിപ്പോയി. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തി നോക്കാൻ കഴിഞ്ഞിട്ട് എഴുതിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയത്തിന് പ്രായമില്ലാന്ന് പറയും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഈ രത്നങ്ങൾക്ക് ഇത്ര വില വരുന്നത്? അപൂർവ വസ്തുക്കൾക്ക് എപ്പോഴും ഒരു മൂല്യം ഉണ്ടാവില്ല, അതുപോലെ ഒരു മൂല്യം അത് ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എൻ്റെ പ്രണയമൊക്കെ എൻ്റെ മക്കളും എൻ്റെ ഭാര്യ അതെന്തായാലും ഇടയ്ക്ക് എപ്പോഴൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ അത് എത്താതിരിക്കില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നവര് കണ്ടോ? പിന്നീട് കാണാറുണ്ട് വല്ലപ്പോഴും. സംഭവം അടുത്താൽ തന്നെയാണെങ്കിലും വല്ല വർഷങ്ങൾക്ക് ഒരു 1-2 വർഷങ്ങൾക്ക് ഇടയ്ക്ക് ഇടുന്നതിലൊക്കെ ഒന്ന് കാണും. അപ്പൊ കാണുമ്പോ എല്ലാ കണ്ണുകളും ഞങ്ങളിലേക്ക് ഇങ്ങനെ വരും, ഇവര് ഇങ്ങനെ ആവും. അപ്പൊ അതിന് അവസരം കൊടുക്കാതെ മാറില്ല. അവര് സുഖമായി ജീവിക്കുന്നു, എന്നേക്കാൾ സുഖത്തിൽ അവര് ജീവിക്കുന്നു. സുഖമായി ജീവിക്കട്ടെ. നന്നായിരിക്കട്ടെ എന്തായാലും. ഓക്കെ.